നാം ഓരോരുത്തരെയും വ്യക്തമായ ശക്തമായ കൃത്യമായ വളരെ യുക്തമായ തീരുമാനങ്ങളും എടുത്ത് റിപ്പോർട്ടോട് കൂടിയാണ് മനസ്സിലാക്കണം. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും രേഖകൾ, ഓരോരുത്തരുടെയും അടിയാധാരങ്ങൾ, ഓരോരുത്തരുടെയും കണക്കുകൾ, ഓരോരുത്തരുടെയും FIR റെഡിയാക്കിയിട്ടാണ് മലക്കുകൾ മടങ്ങുന്നത് പരിശുദ്ധ റമദാൻ. ഓരോരുത്തരുടെയും എല്ലാ ലിസ്റ്റുകളും കണക്ക് പ്രകാരം അതേ ഒരു ഹർഫും വിട്ടുപോകാതെ, ഒരക്ഷരവും വിട്ടുപോകാതെ 10 കൊടുത്തവന്റെ കണക്കും 100 കൊടുത്തവന്റെ കണക്കും 500 കൊടുക്കാൻ കഴിവുണ്ടായിട്ട് 100 കൊടുത്തവന്റെ കണക്കും 1000 കൊടുക്കാൻ കഴിവുണ്ടായിട്ട് അതാ 50 കൊടുത്തവന്റെ കണക്കും കൃത്യമായ റിപ്പോർട്ടോട് കൂടിയാണ്. നോമ്പുകാരെ, തറാവീഹുകാരെ, നോമ്പെടുത്തവരുടെ കണക്ക്, ജമാഅത്തിന് പള്ളിയിൽ പോയവരുടെ കണക്ക്, സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നിന്ന് തറാവീഹിനെന്ന് പറഞ്ഞു വരുന്ന കുട്ടികള്, യുവാക്കള്, രക്ഷിതാക്കള്, ഭർത്താക്കന്മാര് ഭാര്യയോട് പറയുന്നു, ഉമ്മയോട് പറയുന്നു, തറാവീഹിന് പോവുകയാണെന്ന്. യശാവും നിസ്കരിച്ചിട്ട് ഉസ്താദിന്റെ കണ്ണും വെട്ടിച്ചിട്ട്, അതേ വാപ്പാന്റെ കണ്ണും വെട്ടിച്ചിട്ട്, നാട്ടിലെ മാന്യന്മാരുടെ കണ്ണും വെട്ടിച്ചിട്ട്, കമ്മിറ്റിക്കാരുടെ കണ്ണും വെട്ടിച്ചിട്ട് അവൻ റോട്ടിലിറങ്ങിയിട്ട് റോഡ് സൈഡിൽ അതാ ഉണ്ടാക്കി വെച്ച ബസ് സ്റ്റോപ്പിലോ അടച്ചടക്കപ്പെട്ട പീടികയിലെ തിണ്ണയിലോ ഇരുന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ വർത്തമാനം പറയുന്നു. കളിച്ച് ചിരിച്ച് ആർമാദിച്ചവനെ കണക്ക് റബ്ബിന്റെ അരികത്തുണ്ട്. കണക്ക് റമദാൻ റെഡിയാക്കി പോയി. ആ കണക്ക് മയക്കാൻ ഒരാൾക്കും കഴിയില്ല. സുബ്ഹാനല്ലാഹ്, റമദാനിൽ എന്തെല്ലാമാണ്. റമദാൻ ഉത്സവം എന്ന് പറയുന്ന പേരിൽ ഒരു ഉത്സവം. എന്നിട്ട് കുലുക്കി സർവത്ത് പാട്ടും പാടിയിട്ട് ആർമാദിച്ചിട്ട് ആണും പെണ്ണും അഴിഞ്ഞാടിയിട്ട് വെള്ളം കുടിക്കാൻ വരുന്നു. അവർക്ക് തറാവീഹില്ല, അവർക്ക് പള്ളിയില്ല, അവർക്ക് മദ്രസയില്ല, അവർക്ക് പണ്ഡിതന്മാരെ വാക്കുകളില്ല, അവർക്ക് അലിമീങ്ങളെ വേണ്ട, അവർക്ക് പള്ളികൾ വേണ്ട, അവർക്ക് ഒന്നും വേണ്ട. ആർമാദിക്കുന്നു, ആഘോഷിക്കുന്നു, ഉത്സവ പ്രതീതിയാക്കി മാറ്റുന്നു. എന്തൊരു കാലമാണ്. ഓ ആർമാദിച്ചവനെ, നിങ്ങൾ നോക്ക്, അന്യ സമുദായക്കാര് ഇവിടെ ഓണം നടക്കാറുണ്ട്, ഇവിടെ ക്രിസ്തുമസ് നടക്കാറുണ്ട്, പലതും നടക്കാറുണ്ട്. ഓണത്തിന് പൂക്കള മത്സരം നടത്താറുണ്ട്, ക്രിസ്തുമസിന് അവരതാ പള്ളിയിലേക്ക് പോകാറുണ്ട്, പലതും അവര് നടത്താറുണ്ട്. രാത്രി സമയങ്ങളിൽ അവർ ആർമാദിക്കാറില്ല. രാത്രി സമയങ്ങളിൽ കൂട്ടുകൂടിയിട്ട് സുബ്ഹാനല്ലാഹ് തഖ്വ കൊണ്ട്, നിസ്കാരം കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട്, നരകത്തുനിന്ന് മോചനം ലഭിക്കേണ്ട മാസം അതേ പള്ളിയിൽ പോകുന്നവനെ പിടിച്ചു കെട്ടുന്നു. പള്ളിയിലേക്ക് വരാതെ, അതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മോട് വിളിച്ചു പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, ലാ തത്തബിഉ ഖുതുബാത്തിശ് ശൈത്താൻ, നിങ്ങളെ പിശാചിന്റെ പിശാചിന് വഴിപ്പെട്ട് പോകരുത്, പിശാചിന് അടിമപ്പെട്ടു പോകരുത്. അല്ലാഹ്
പിശാചിന് അടിമപ്പെട്ടു പോകരുത്. ആരെങ്കിലും പിശാചിന് അടിമപ്പെട്ടു പോയാൽ, ആരെങ്കിലും പിശാചിന് അടിമപ്പെട്ടു പോയാൽ, ആരെങ്കിലും പിശാചിന്റെ അതാ വാക്ക് കേട്ടിട്ട് പിശാചിന്റെ കൂട്ടുകാരനായി പോയാൽ, സുബ്ഹാനല്ലാഹ്, ഖുതുവാത്തി ശൈത്താൻ, ശൈത്താനിന്റെ സംസാരങ്ങളും പിശാചിന്റെ കൽപ്പനകളും ആരെങ്കിലും അംഗീകരിച്ചിട്ട് പിശാചിന്റെ അതാ ദുർബോധനങ്ങളിൽ, ദുർമന്ത്രങ്ങളിൽ അതാ അകപ്പെട്ടു പോയാൽ, ഫഇന്നഹു, ആ പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്ന യഅ്മുറു ബിൽ ഫഹ്ശാ, മോശമായ പ്രവർത്തനങ്ങളെയാണ് കൽപ്പിക്കുന്നത്, നീചമായ പ്രവർത്തനങ്ങളെയാണ് കൽപ്പിക്കുന്നത്, അത് തെറ്റായ പ്രവർത്തനങ്ങളെയാണ് നിന്നോട് കൽപ്പിക്കുന്നത്. പിശാച് ഒരിക്കലും അതാ നല്ലത് പറഞ്ഞു തരൂലല്ലോ, പിശാച് ഒരിക്കലും നല്ലത് പറഞ്ഞു തരൂലല്ലോ. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, എന്താണ് നടന്നത്? പരിശുദ്ധ റമദാൻ വിട പറയാൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലെ മുഅ്മിനേ, മുസ്ലിമേ, ചിന്തിക്കണേ. റമദാൻ കൊണ്ട് എന്ത് നേടി? റമദാൻ കൊണ്ട് നമ്മൾ എന്ത് നേടി?